നമ്മൾ വാട്സപ്പിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാകുന്ന തരത്തിലുള്ള ഒരുപാട് പേഴ്സണൽ ചാറ്റുകൾ ചെയ്യാറുണ്ട് അല്ലേ? എല്ലാവരും അല്ലെങ്കിലും മിക്കവാറും പേര് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, പ്രണയിക്കുന്നവർ തമ്മിൽ ഒക്കെയുള്ള ചാറ്റുകൾ, അതേപോലെ ഗ്രൂപ്പുകളിലായാലും ഇൻഡിവിജ്വൽ നമ്പറുകളിലായാലും നമ്മളത് ചെയ്യാറുണ്ട്. പിന്നെ ബിസിനസ് പരമായ ചാറ്റുകൾ. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാകും എന്ന രീതിയിലുള്ള ചാറ്റുകൾ നടത്തുമ്പോൾ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചാറ്റുകളൊക്കെ ഓപ്പൺ ചെയ്താൽ പ്രശ്നമാകും എന്ന് തോന്നുന്ന ചാറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ മറ്റൊരാൾ എടുത്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പിനെ ലോക്ക് ചെയ്തു വെക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വാട്സപ്പിനെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും മറ്റുള്ള ആപ്പുകളിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, വാട്സപ്പ് എങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന വാട്സപ്പിൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ ഈ കോർണറിൽ കാണുന്ന ഈ ഒരു 3 കുത്തുണ്ടല്ലോ, 3 ഡോട്ട്സ്, അതിലാദ്യം നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പം താഴേക്കൊരു നീളത്തിലൊരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി സ്ക്രീനിനെ ഞാൻ മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പം സ്ക്രീനിൻ്റെ നടുവിലായിട്ട് ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ വാട്സപ്പിൻ്റെ പ്രൈവസിയും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയും ഞാൻ സ്ക്രീനിനെ മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പം ഇവിടെ സ്ക്രീനിന്റെ നടുവിലായിട്ട് തന്നെ ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ വാട്സപ്പ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുള്ള സ്ക്രീനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പം സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ബയോമെട്രിക് ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് വാട്സപ്പ് ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫേസ് ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്കോ പാസ്വേഡ് ലോക്കോ ഏതാണോ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിനെ ലോക്ക് ചെയ്യാം. അതിനായിട്ട് ആ ഓപ്ഷൻ്റെ നേരെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കായിട്ട് എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാറ്റേൺ ലോക്ക് ആകാം, അല്ലെങ്കിൽ പാസ്വേഡ് ആകാം, അല്ലെങ്കിൽ ബയോമെട്രിക് ലോക്ക് ആകാം. അപ്പം ഏതായാലും അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ബയോമെട്രിക് ലോക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്രീനിൻ്റെ താഴെ ഫിംഗർ പ്രിന്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ എൻ്റെ തമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ലോക്ക് ചെയ്യാനായിട്ട് ബയോമെട്രിക് ലോക്ക് എനേബിൾ ആകും. ഇനി നിങ്ങൾ പാസ്വേഡോ പാറ്റേൺ ലോക്കോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുക, അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അപ്പം സ്ക്രീനിൻ്റെ താഴെയുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറിലേക്ക് ഞാൻ എൻ്റെ തമ്പ് വെച്ച് കൊടുക്കുന്നു. ഇപ്പം വാട്സപ്പ് ലോക്കിൻ്റെ ഞാൻ ടച്ച് ചെയ്ത ആ ബട്ടൺ ഇവിടെ എനേബിൾ ആയി കഴിഞ്ഞു. ഒപ്പം താഴെ കുറച്ച് ഓപ്ഷനുകളും വന്നിട്ടുണ്ട്. ഇവിടെ ഇമ്മീഡിയറ്റ്ലി, ആഫ്റ്റർ 1 മിനിറ്റ്, ആഫ്റ്റർ 30 മിനിറ്റ്സ് തുടങ്ങിയ 3 ഓപ്ഷനുകൾ കാണുന്നില്ലേ, ആ ഓപ്ഷനുകളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ ഉദ്ദേശിക്കുന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇമ്മീഡിയറ്റ്ലി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച ശേഷം അതിൽ നിന്ന് എക്സിറ്റ് ആവുമല്ലോ, അതായത് വാട്സപ്പ് ക്ലോസ് ചെയ്യുമല്ലോ. അങ്ങനെ ക്ലോസ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ വാട്സപ്പ് ലോക്ക് ആകണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോക്ക് ആയാൽ മതിയെങ്കിൽ ആഫ്റ്റർ 1 മിനിറ്റ് ഉപയോഗിക്കാം. ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോക്ക് ആയാൽ മതിയെങ്കിലോ ആഫ്റ്റർ 30 മിനിറ്റ്സ് എന്ന ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ലോക്ക് ആകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ഇമ്മീഡിയറ്റ്ലി തന്നെ സെലക്ട് ചെയ്ത് ഇടുന്നു. ഇനി അതിന്റെ താഴെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഷോ കോണ്ടന്റ് ഇൻ നോട്ടിഫിക്കേഷൻസ്. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് വരുമല്ലോ. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ
തന്നെ അതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്തിടാം. ഇനി നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാകണ്ട, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലായാൽ മതിയെങ്കിൽ ഈ ബട്ടൺ ഡിസേബിൾ ആയി കിടക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഞാനത് ഡിസേബിൾ ചെയ്ത് തന്നെ വെക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഇനി ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് വരുന്നു. വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ബയോമെട്രിക് ലോക്ക് ആണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വിരൽ അതിൽ വെച്ചു കൊടുത്താലേ വാട്സപ്പ് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഫോൺ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെ പാസ്വേഡ് ആണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അൺലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ താഴെയുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറിലേക്ക് ഞാൻ എന്റെ തമ്പ് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ വാട്സപ്പ് അപ്പൊ തന്നെ ഓപ്പൺ ആകാറുണ്ട്, ചില സമയങ്ങളിൽ ഇതുപോലെ ബാക്കിലേക്ക് തന്നെ പോകും. അപ്പൊ നമ്മൾ വീണ്ടും വാട്സപ്പിന്റെ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. അപ്പൊ ഞാൻ വീണ്ടും വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, വാട്സപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞു. എന്തായാലും ഞാൻ വാട്സപ്പ് ക്ലോസ് ചെയ്യുന്നു. അതിനായിട്ട് ബാക്ക് അടിക്കുന്നു. വീണ്ടും വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ അതിവിടെ ഓപ്പൺ ആകുന്നില്ല, പകരം പാസ്വേഡ് ചോദിക്കുന്നു. കാരണം ഞാൻ ഇമ്മീഡിയറ്റ്ലി എന്ന ഓപ്ഷൻ ആണല്ലോ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പിൽ നിന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോഴേക്കും അത് ലോക്ക് ആയിട്ടുണ്ടാവും. എന്നാൽ 1 മിനിറ്റ്സോ ആഫ്റ്റർ 30 മിനിറ്റ്സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ ആ ടൈം കഴിയുന്നത് വരെ നമ്മൾ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ അത് ഓപ്പൺ ആവുന്നതാണ്. ആ ടൈം കഴിയുമ്പോഴേ അത് ലോക്ക് ആവുകയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ വാട്സപ്പ് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.